നിൻ കാൽക്കൽ വന്നു കാത്തിരുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ. നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവർത്തികൾ സമസ്തവും. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവർത്തികൾ സമസ്തവും. നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞത് തിരുസഭയിൽ നിന്ന് വിശുദ്ധ ഹെലേന രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കാം. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതീവ വ്യാപൃതയെ വിശുദ്ധ ഈ വിശുദ്ധ ജെറുസലേമിലും കാൽവരിയിലൊക്കെ ചെല്ലുന്നു. കാൽവരിയിൽ വെച്ച് ഈശോ മരിച്ച ഇടത്തെ 3 കുരിശുകൾ ഈ വിശുദ്ധയാണ് കണ്ടെത്തുക. അതിൽ ഈശോയുടെ കുരിശ് കണ്ടെത്തുവാൻ രോഗിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തൊടിയിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിപൂർണ്ണ സൗഖ്യം ലഭിക്കും. ഈ ഹെലേന രാജ്ഞി നമ്മുടെ കർത്താവിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ പണിതു. ഹെലേന രാജ്ഞിയുടെ മകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം ആരാധിക്കുവാനും പ്രാർത്ഥിക്കാനും വലിയ അവസരം ഒരുക്കി കൊടുക്കണം. നാം ഈ വിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ വലിയ സ്ഥാനമാനങ്ങളെക്കാളുപരി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന മകളായി തീരുവാൻ ഈ പരിശുദ്ധമായ ബലിയിൽ നാം എളിമയോടെ പ്രവർത്തിക്കാം. സ്ഥാനമാനങ്ങളല്ല, മറിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിന് വേണ്ടി സ്നേഹത്തോടെ ശുശ്രൂഷ എല്ലാവരും സഹായിക്കുന്ന മകനായി തീരുക. ഈ ബലി അർപ്പിക്കുമ്പോൾ മരണമടഞ്ഞ എല്ലാവരെയും ജെയിംസ് ഓളപ്പറമ്പിൽ അന്നമ്മ ചെയ്യുക. പ്രത്യേകിച്ച് ബന്ധനങ്ങൾ മോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന ജോജി മാത്യുവിൻ്റെ കുടുംബത്തെ നിയോഗിക്കുക. മരണമടഞ്ഞു പോയ ജോയി പാലത്തിങ്കൽ, ഡാനിയൽ, ഔസോ മറിയം കൊച്ചുപോ, സബേദ്, റോസക്കുട്ടി പത്രോസ്, ഇരോണി ദേവസ്യക്കുട്ടി, തോമസ് എലിസബത്ത്, ലിബോറിയസ് സേവർ റീതാമ കുറ്റിക്കാട്ട്, ജോൺസൺ ജോബ്, പാപ്പി റോയ്, മങ്ങാട്ട് മഡോണ ഫ്രാൻസിസ്, ജോസഫ് മേരി, സ്തുതിയ സന്മാനം എല്ലാവരെയും ഈ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന ദിവസം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് ബലിയിൽ ഓർക്കാം. പ്രത്യേകമായി ലെസ്ലി ആന്റണി, ബേസിൽ ബെഞ്ചമിൻ, മോളി അശോക് രശ്മി അജു, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മദം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ ജോസ് എം എൽ ജിനോ, ആൻഡോ ജോസഫ്, ശോഭന മണി, ജോസഫ് മർജസ് സാനി, ദിവ്യ സാബു, ടാനിയ മോൾ, സന്ധ്യ മഞ്ജു, സുസ്മിത നവോമി, അനുമാറ്റസ്, ആശ ഹാരിസ്, തോമസ് ഷെർലി, ഷാരോൺ ഷീൻ, എൽസൺ ഷൈന, നാടോഷ ജോൺ ജിഗിത, പ്രത്യേകമാവിധം ഗാസ്പർ ബീന, മൊയ്ബൻ അമിയറ്റ അമേയ, അലീന കെറിൻ, മാർക്കറിയ ക്രിസ്, റോയി കത്തേളി, അഗസ്റ്റ് ലൂസി, അജിത്ത് നിഷ, ജവാന ജോക്കി, സുബി ജോർജ് ദിനീഷും, സസൽ കുടുംബാമ, ജോൺ തിരുനാൾ നവീനും, സന, സന്ദീപ്, ബിബിൻ സുജ, ഇൽസി ഇഷാൻ, ജോബിരേല, ആഷ്ലി റോളൻസ്, നിക്സൺ ജോർജ്, ഫെദിയ ജോർജ്, മിഗിൽ അന്ന, എലിയമ്മ ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നീനോ ജോർജ്, നാരിസ് ക്ലീറ്റസ്, സോണിയ പ്രദീപ്, ദിനേശ് റോസിസബല, രഞ്ജി ജോൺ, മേഘ ജോൺ, റോയ് ജോൺ, ജെയിംസ് ബിജു കുടുംബം. അവിടെ എല്ലാവരും നിയമവും ഈ ബലിയെ സമർപ്പിക്കാം. പാപങ്ങൾ, തെറ്റുകൾ ഏറ്റുമല്ല. വിശ്വകർത്താവ് പറയുന്നത് ധനവാൻ സ്വർഗരാജ്യം പ്രവേശിക്കാൻ എളുപ്പമായി ഒട്ടകം സൂചിക്കൊഴിൽ പ്രവേശിക്കാം. ഒട്ടകം സൂചിക്കൊഴിൽ പ്രവേശിക്കാൻ അസാധ്യമാണ്, എങ്കിലും അതിനേക്കാൾ പ്രയാസമാണ് ധനവാൻ സ്വർഗരാജ്യം പ്രവേശിക്കാം. ധനം മണത്തരികൾ പോലെയാണ്. ധനം നമുക്കെപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം, നന്മകൾ ചെയ്യാൻ വേണ്ടി മാത്രം. അതുപോലെ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ ജീവിക്കുക. ദൈവമാണ് എല്ലാ ധനത്തിൻ്റെയും എല്ലാ ഐശ്വര്യത്തിൻ്റെയും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം പറയുന്ന പോലെ പ്രാർത്ഥിക്കുക. പാവങ്ങൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും
ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലെ വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കുക ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ വിശുദ്ധ മറിയത്തോട് എല്ലാ മലാഖമാരുടെ വിശുദ്ധ സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹമായി ചെയ്യുന്നു. അങ്ങനെ അങ്ങ് എല്ലാത്തിലും ഉപരിയായി സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനം ഞങ്ങൾ പ്രാപിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 28-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. നീ മനുഷ്യനത്രേ, ദൈവമല്ലാതിരിക്കെ നീ നിന്റെ ഹൃദയത്തെ ദൈവഹൃദയത്തിന് തുല്യം വിലമതിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരത്തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെപ്പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരെ അവരെ ഞാൻ നിന്റെ മേൽ അയക്കും. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിചിതനെ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. അവരെ ഞാൻ ചിതറിച്ചു കളയും. ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുളച്ചു നീക്കും എന്ന് ഞാൻ പറയുന്നു. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരത്തോമത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു. കർത്താവല്ല ഇത് ചെയ്തതെന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ആലോചനയില്ലാത്ത ഒരു ജനമാണവർ, വിവേകവും അവർക്കില്ല. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവിടുകയും ചെയ്തിരുന്നെങ്കിൽ 1000 പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു? 10,000 തുരുത്താൻ 2 പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു? മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. അവരുടെ വിനാശകാലം ആസന്നമായി. അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു. കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും. തന്റെ ദാസരോട് കരുണ കാണിക്കും. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷ വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം.
യേശു തന്റെ ശിഷ്യന്മാരോട് ചെയ്യുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എളുപ്പമാണ്. ഒട്ടകം സൂചിക്കുള്ളിൽ കിടക്കുന്നു. ശിഷ്യന്മാർക്ക് കേട്ട് വിസ്മയഭരിതരായിപ്പോയി. അവർ യേശുവോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, തൻ്റെ ജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിന് സിംഹാസനത്തിൽ പ്രശ്നമാകുക. എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ വിധിച്ചുകൊണ്ട് 12 സിംഹാസനം ഇരിക്കും. എൻ്റെ നാമത്തിൽ പ്രതി ഭവനത്തെയും സഹോദരന്മാരെയും സഹോദരികളെയും പിതാവിനെയും മാതാവിനെയും മക്കളെയും വയലുകളെയും പരിത്യജിക്കുന്ന ഏതിനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുമ്പന്മാർ പലരും പിൻപന്മാർ മുൻപന്മാരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ ആനന്ദത്തോടെ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. ആശീർവദിച്ചെങ്കി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനെ. അപ്പവും വീഞ്ഞും സമർപ്പിക്കുകയും കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടെ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് കർത്താവെയും മഹത്വപൂർണ്ണമായ വിനിമയം നിറവേറ്റി ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിക്കുന്നു. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് ഹൃദയങ്ങൾ ഉയർത്തുക. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കും. കർത്താവെ പരിശുദ്ധനായ സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും അവിടുത്തെ മരണം ഞങ്ങളുടെ സ്നേഹത്തോടുകൂടി ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവിശ്വാസമായിട്ട് പറയുന്നു. മഹത്വത്തിലേക്കുള്ള വരവ് സുനിശ്ചയമായ പ്രത്യാശ കാത്തിരിക്കണം. ആകയാൽ എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരെ ചേർന്ന് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകള നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകിടന്നത് ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനമായിട്ട് അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് വാഴ്ത്തി വിവരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് വെച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾ എന്റെ ശരീരമാണ്. ഓ മേഘമേ, ഓ ദിവ്യകാരുണ്യമേ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് ഫലപാത്രം വീണ്ടും
വീണ്ടും അങ്ങേക്ക് ഹൃദയം പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് വെച്ച് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിലെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുത്തെ മരണവും ഉയർപ്പും ഓർക്കുന്നു. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങയെ സ്നേഹിക്കും. ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തന്നെ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നു ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ഒന്നായി ചേർക്കണം. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നു അങ്ങേ തിരുസഭയാണ്. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദിനാളുമാർക്കും വേണ്ടി അഭിവന്യ ജോസഫ് പ്രതിപറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ ഭക്തരെല്ലാം വൈദികർ, സന്യാസികൾ, അൽമായിൽ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതകൾ ദൈവീ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ച എല്ലാവരെയും പ്രിയമുള്ളവരെയും നമ്മുടെ കുടുംബത്തിൽ മരിച്ച എല്ലാവരും ഓർക്കാം. അവർ സ്വർഗ്ഗസ്ഥനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ഓർക്കുന്ന എല്ലാവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പാണേക്കാട്ട് ലാലി ആന്റണി കുടുംബത്തെ മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ എളിയവരായി അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരും ഇതിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെയും അനുഗ്രഹിക്കണം. കരങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കണം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ ഭഗവതിയും മഹത്വവും എന്നും എന്നേക്കും നമുക്ക് ഒരുമിച്ച് ഏറ്റുവരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങയുടെ നാമമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ശേഷിക്കണം. കർത്താവ് എല്ലാ തിന്മകളെയും മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണം. അനുഗ്രഹപരമായ പ്രത്യാശ ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷ അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു. ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചനാക്കി എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ഞങ്ങളെ പാപങ്ങളിൽ പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുകയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ദിവ്യ കുഞ്ഞാട് വിശ്വസിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പരിശുദ്ധാത്മാവായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതേ. ആമേൻ. അത്താഴമേശയിൽ അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ, എന്നും നിറയുന്ന പുണ്യമല്ലേ നീ, എന്നെ നയിക്കുന്ന കാരുണ്യമേ. എന്നും നിറയുന്ന പുണ്യമല്ലേ നീ, എന്നെ നയിക്കുന്ന കാരുണ്യമേ.
പ്രാർത്ഥിക്കുക. സർവശക്തനായ കർത്താവേ, ഈ സ്വർഗീയവകാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തന്നെ അങ്ങേ കാലത്തിനായി താഴ്മയോടെ അപേക്ഷിക്കുക. ഭൂമിയിൽ അവിടുത്തെ സാധുശാലരായി തീരുക, സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവാസമായി തീരുക. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവപൂജ സമാപിച്ചു. നിത്യയാം കന്യതൻ വല്ലഭൻ നീ, സർവേശ്വരവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാത, പാരിതിൽ നാദനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്തുവിനും ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ യേശുപിതാവ്, കുടുംബ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മന മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയുള്ള ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങളിലെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വെച്ചുമല്ല ഭാഗ്യപ്പെട്ടു പിതാവേ, ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയ ശാരീരികമായ എല്ലാ ഭാഗ്യമരണം വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മകൾ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് അവസരം പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കൊറോണ രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ. നമ്മുടെ കുടുംബത്തെയും മക്കളെയും മാതാപിതാക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും എല്ലാവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, സങ്കടമുള്ളവരെയും പ്രയാസം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് ജോലി മേഖലകളിൽ സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്തണമേ. ആധ്യാത്മിക ചൈതന്യം സമൃദ്ധമായി എല്ലാവർക്കും ലഭിക്കണമേ. ഏറ്റവും എല്ലാം ഈശോയുടെ അങ്ങേ വല്ലഭമായ ഞങ്ങൾക്ക് നേടിത്തരണം. പരിശോധന ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ എല്ലാ വിപത്തുകളും ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും തിരുസഭയുടെ പാലകനായ തിരുസഭയ്ക്ക് വേണ്ടി വഹിക്കണമേ. ഗോത്രപിതാവായ എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങ് രാജ്യം വരണമേ. അങ്ങ് എത്രമേൽ സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ദൈവത്തിൻ തിരുസുധനെ പോറ്റി വളർത്തിയ താര പിഞ്ചുകിടാങ്ങള ഞങ്ങളനാഥരായി കേഴും നീ കണ്ണീരിൻ താഴ്വരയിൽ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ
കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഭർത്താവായ യേശുപിതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വിളങ്ങുന്ന വിശുദ്ധൻ സ്വർഗ്ഗത്തെ ഞങ്ങളെ മധ്യസ്ഥായിക്കാൻ കൃപയുണ്ടായിരിക്കും. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലുള്ളമേ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലേപോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളുടെ വിലാപങ്ങൾ പകർത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശത്തിന്റെ ആശ്വാസമായ ദൈവം അങ്ങേ പുത്രന്റെ വളർത്ത പിതാവ് അവസരപ്പിതാവിനെ മധ്യസ്ഥായിരിക്കണം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാം ഹൃദയ സമാധാനം സൗഖ്യാനും ശാരീരികാരിക പ്രവേശം അങ്ങേക്ക് നന്ദി വരടേക്കണം. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവേണമേ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ആരാധന 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 ദേവ ആരാധന 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 ദേവ ആരാധന 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 ദേവ ആരാധന 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 ദേവ. കന്യമാനെ കർത്താവേ, ഈ ദിവസം മുഴുവനും ഞങ്ങളായിരിക്കും നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യമാണ്, അങ്ങയുടെ അനുഗ്രഹമാണ് ഞങ്ങളെപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ അയക്കാൻ അനുഗ്രഹിക്കാൻ. ഷോയെ അങ്ങയുടെ വചനം വഴി, അങ്ങയുടെ സ്നേഹം വഴി, വാത്സല്യം വഴി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരും അങ്ങയുടെ പകരം സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ ആരാധനയെ പങ്കുചേർന്നിരിക്കുന്ന ഒരു മക്കളെ സ്പർശിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ കരുണയായിരിക്കണമേ. രോഗികളുടെ മേലെ തളവാത രോഗിയെ, കുഷ്ഠരോഗിയെ, കണ്ണ് കാഴ്ചയില്ലാത്ത വ്യക്തിയെ, രക്തസ്രാവക്കാരി സ്ത്രീയെ, പനി പിടിച്ചൊരു പ്രഥമ അമ്മായി അമ്മയെ, കർത്താവായ ഈശോയെ പിശാച് വന്ന മക്കളെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയ ഈശോയെ ഞങ്ങളെല്ലാവരെയും, കൊറോണ രോഗികളെ, കിഡ്നി രോഗികളെ, ക്യാൻസർ രോഗികളെ, ശുദ്ധരോഗികളെ, കർത്താവേ തൈറോയ്ഡ് രോഗികളെ, ലിവർ ഫാറ്റ് ലിവർ സംബന്ധ പേരുള്ള വ്യക്തികളെ, എല്ലാവിധ ലങ്സ് ക്യാൻസർ വ്യക്തികളെ, ബ്രസ്റ്റ് ക്യാൻസർ വ്യക്തികളെ, കൈകാൽ മരിയിപ്പ് വ്യക്തികളെ, നടുവേദന മാറാൻ വേണ്ടി കൈകാൽ മരിയിപ്പ്, മുട്ടുവേദന, കാലുള്ളരുടെ വേദന, നടക്ക പ്രയാസമുള്ളവരെ, കർത്താവേ തളർന്നുപോയവരെ എല്ലാ ബന്ധങ്ങളും മോചിക്കണമേ. എല്ലാ കുറവ് രോഗികളെ സൗഖ്യപ്പെടണമേ. ഡോക്ടേഴ്സ് അനുഗ്രഹിക്കണമേ, സ്റ്റാഫിനേഴ്സ് അനുഗ്രഹിക്കണമേ. എല്ലാ ജനങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ, മാതാപിതാക്കളെ എല്ലാവരും ഞങ്ങൾ എന്ത് ചേർന്നാൽ ലഭിക്കുന്നു. ആരാധന 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 ദേവ ആരാധന 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 ദേവ ആരാധന 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 ദേവ ആരാധന 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 ദേവ. പ്രിയമുള്ളവരെ, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വളരെ പ്രയാസമാണ്. അതിനേക്കാൾ മുമ്പ് തന്നെ ഒട്ടകം സൂചിക്കൊടിയിലൂടെ കടക്കും. ഒരു നൂല് സൂചിക്കൊടിയിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് കടക്കാൻ പോലും പ്രയാസം. പിന്നെ എങ്ങനെയാണ് ഒട്ടകം സൂചിക്കൊടി? ഒട്ടകം പ്രവേശിക്കാൻ പോലും ബുദ്ധിമുട്ടാണെങ്കിൽ ധനവാൻ ഒട്ടും പ്രവേശിക്കുന്നത്. അപ്പം ധനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് എല്ലാവർക്കും, കുടുംബത്തിനും എല്ലാവർക്കും ഐശ്വര്യമായി മാറണം. ധനമായിരിക്കരുത് നമ്മുടെ ദൈവം, മറിച്ച് ദൈവമാണ് ഈ ധനം നൽകുന്നത്. ദൈവമാണില്ല ധനത്തിലൂടെ. ദൈവത്തിന് മുമ്പിൽ ധനം മണത്തരി പോലെ. അപ്പം തീർച്ചയായിട്ടും ധനവാനായ മനുഷ്യൻ ഒരു ദിവസം അധ്വാനിച്ച് അദ്ദേഹം തൻ്റെ അറപ്പിന് മുഴുവനും ധാന്യം കൊടുത്ത് വയ്ക്കുന്നു. തൻ്റെ സമ്പത്തിൽ അലങ്കരിക്കുന്നു. എൻ്റെ ആത്മാവിൽ തന്നെ കുറിച്ച് ആനന്ദിക്കുക. ദൈവം പറയുന്നു, ഇന്ന് നിന്റെ ആത്മാവിനെടുത്താൽ ഈ സമ്പത്തെല്ലാം ആരുടെയും മാറും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ധനം നമ്മെ, നമ്മുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും
സുഹൃത്തുക്കളെയൊക്കെ അകറ്റാം. സാമ്പത്തിക മേഖലകളിൽ നമ്മുടെ എല്ലാ ശത്രുക്കളെയൊക്കെ മാറ്റാം. എന്നാൽ ദൈവമാണ് നരത്തിൻ്റെ അധിപൻ. ദൈവത്തെ ആരാധിക്കാം. എല്ലാ ശത്രുക്കളും മിത്രങ്ങളായി മാറും. യേശു ആരാധിക്കാം, ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനകള്, കണ്ണീരുകള്, ദുഃഖങ്ങള്, സങ്കടങ്ങള്, ഉത്കണ്ഠകള് എല്ലാം സമർപ്പിക്കുന്നത് യേശുവേ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കുക യേശുവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന ദേവ. ആരാധന, ആരാധന, ആരാധന ദേവ. ആരാധന, ആരാധന, ആരാധന ദേവ. ആരാധന, ആരാധന, ആരാധന ദേവ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. കരങ്ങൾ കോപ്പി ഈശോയ്ക്ക് പരസ്പരം ഈശോ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനേ, മേരിതൻ വിരക്ത കാന്തനേ, തൃക്കുടുംബനാഥനേ മുതാ തൃക്കടൽ വണങ്ങി വാഴ്ത്തിടാ.